മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. കണ്ടിടുക നീ കാൽവരി ക്രൂശിൽ കർത്തനാമേശു നിനക്കു വേണ്ടി. കണ്ടിടുക നീ കാൽവരി ക്രൂശിൽ കർത്തനാമേശു നിനക്കു വേണ്ടി. പാപവും ശാപവും രോഗവും ചുമന്ന് നിർമ്മലരുധിരം ചൊരിഞ്ഞിടുന്നേ. പാപവും ശാപവും രോഗവും ചുമന്ന് നിർമ്മലരുധിരം ചൊരിഞ്ഞിടുന്നേ. ഈ ദൈവസ്നേഹത്തിൽ ആഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുക. ഈ ദൈവസ്നേഹത്തെ ആഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുക. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ MG രാജൻ ആസാം. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രവിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാഖി പ്രവാചക പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. യഹൂദ ദ്രോഹം ചെയ്ത് ഇസ്രായേലിലും യെരൂശലേമിലും മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നു. യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവൻ്റെ വിശുദ്ധ മന്ദിരത്തെ യഹൂദ അശുദ്ധമാക്കി ഒരു അന്യദേവൻ്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ഈ വാക്യത്തിൻ്റെ ഒടുവിൽ യഹൂദ അന്യദേവൻ്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. 12-ാം വാക്യത്തിൽ അങ്ങനെ ചെയ്യുന്ന മനുഷ്യന് യഹോവ ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നവനെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കുന്നവനെയും യാക്കോബിൻ്റെ കൂടാരങ്ങളിൽ നിന്ന് ഛേദിച്ചു കളയും. യഹൂദ അന്യദേവൻ്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കടത്തിക്കൊണ്ട് വരുമ്പോൾ മോശെ മുഖാന്തരം ഇസ്രായേലിന് കനാൻ ദേശത്തിലേക്കുള്ള യാത്രയിൽ ദൈവം ഇസ്രായേലിന് കൽപ്പനകൾ കൊടുക്കുമ്പോൾ അവരോട് പറയുന്നത് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകരുത് എന്നാണ്. മിസ്രൈമിലേക്ക് മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ അശുദ്ധിയിലേക്ക്, പാപത്തിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക്, മ്ലേച്ഛതയിലേക്ക്, ദുർനടപ്പിലേക്ക് മടങ്ങിപ്പോകരുത് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ശലോമോൻ്റെ കാലത്ത് ശലോമോൻ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോയതായിട്ടാണ് വായിക്കുന്നത്. ശലോമോൻ ജ്ഞാനികളിൽ ജ്ഞാനിയാണ്. യെരൂശലേം ദേവാലയം മനോഹരമായി പണിത വ്യക്തിയാണ്. തൻ്റെ രാജ്യത്തെ ശരിയായ നിലയിൽ കെട്ടുറപ്പോടെ പണിത വ്യക്തിയാണ്. ദാവീദ് എന്ന ഭക്തൻ്റെ മകനായി ജനിച്ച് ദാവീദ് ആഗ്രഹിച്ച മന്ദിരം ദൈവത്തിനു വേണ്ടി പണിയുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തിയാണ് ശലോമോൻ. ഒരുപാട് ഗുണങ്ങൾ ശലോമോനെ സംബന്ധിച്ച് പറയാനുണ്ടെങ്കിലും ശലോമോൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു വീഴ്ച മിസ്രൈമിലേക്ക് മടങ്ങിപ്പോയി എന്നുള്ളതാണ്. കുതിരകളെ വാങ്ങുവാൻ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോയി. താൻ കുതിര മാത്രമല്ല വാങ്ങിച്ചത്, മിസ്രൈമ്യ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അവരുടെ വിഗ്രഹങ്ങളെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ തനിക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീകളെയൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ശലോമോൻ വിവാഹം ചെയ്തു. അവർക്കെല്ലാം
അവരുടേതായ വിശ്വാസങ്ങളുണ്ടായിരുന്നു, അവരുടേതായ ആരാധനകളുണ്ടായിരുന്നു, അവരുടേതായിട്ടുള്ള വിഗ്രഹങ്ങളുണ്ടായിരുന്നു, അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഇസ്രായേലിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ശലോമോൻ കൊണ്ടുവന്നു എന്ന് വേണം പറയാൻ. നോക്കണേ, ഒരു രാജ്യത്തെ രാജാവ് മാതൃകയോടെ ആയിരിക്കേണ്ടുന്ന വ്യക്തി മാതൃകയായി പ്രവർത്തിച്ചപ്പോൾ ആ ദേശത്തുള്ള ജനത്തിൻ്റെ അവസ്ഥ എന്താകും? രാജാവ് ദൈവത്തിൻ്റെ കൽപ്പനകളെ തള്ളിക്കളഞ്ഞപ്പോൾ അപ്പോൾ ജനം അതെത്രത്തോളം അധികമായി തള്ളിക്കളയും എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ അലവിലി ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ വളരെ ദുഃഖത്തിനും ശാപത്തിനും പാപത്തിനും കാരണമായിട്ട് തീർന്നു എന്നുള്ളതാണ്. നെഹമ്യാവും എസ്രാ പുരോഹിതനും ഈ കാര്യം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അന്യ ദേശത്തിൽ നിന്ന് വിവാഹം ചെയ്തു കൊണ്ടുവന്ന സ്ത്രീകളെ ഓടിച്ചു കളയുന്നതായിട്ട് നാം കാണുകയാണ്. നോക്കണം, ഇസ്രായേലിൻ്റെ അശുദ്ധി മ്ലേച്ഛത കഴുകിക്കളയുവാൻ അവർ വളരെ ബന്ധപ്പെടുന്നതായിട്ട് കാണുന്നു. എന്നാൽ മലാഖിയിലേക്ക് നാം എത്തുമ്പോൾ ഇവിടെ മലാഖി വീണ്ടും അക്കാര്യം ആവർത്തിച്ച് പറയുകയാണ്. എന്താ പറയുന്നത്? ഒരു അന്യദേവൻ്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ഇത് രണ്ട് കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഫിസിക്കലായിട്ട് സംഭവിച്ച കാര്യമാണ്. അന്യദേവൻ്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹാരാധനയിലേക്ക് ജനം വീണിരിക്കുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇത് ചേർത്ത് പറഞ്ഞാൽ അന്യദേവൻ്റെ മകളെ വിവാഹം കഴിച്ചപ്പോൾ അന്യദേവൻ ഇസ്രായേലിലേക്ക് വന്നു, ഇസ്രായേൽ വിഗ്രഹാരാധനയിലേക്ക് വീണു. അപ്പോൾ ദൈവം പറയുകയാണ്, അത് തെറ്റ്, ശാപകരം, അശുദ്ധി. ഞാൻ അങ്ങനെയുള്ളവരെ ഛേദിച്ച് കളയും എന്നാണ് ദൈവം പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഇണയല്ലാപ്പിണ കൂടരുത് എന്ന് ദൈവദാസൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പം അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി ഒരാൾ അവിശ്വാസിയായ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ വിവാഹം കഴിക്കാനായിട്ട് ദൈവവചനം അനുവദിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം അവരൊരു ആത്മാവിനെ നേടുകയല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ വലിയൊരു പാപത്തിലേക്കും കുടുക്കിലേക്കും ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സമൂഹം ഇന്ന് ഇങ്ങനെയുള്ള പാപങ്ങളെ കണ്ണടച്ച് കളയുന്നു എന്നുള്ളതൊരു ദുഃഖകരമായ കാര്യമാണ്. എത്രയോ പേരാണ് അങ്ങനെയുള്ള കുടുക്കിലകപ്പെട്ട് വിശ്വാസം വിട്ട് അവിശ്വാസികളെ പോലെ ജീവിക്കുന്നത് എന്നുള്ളത് ദുഃഖകരമായൊരു കാര്യമാണ്. വരും തലമുറകൾക്ക് അങ്ങനെ ഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം പറയുന്നു, തലമുറകൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അപ്പം അതിന് ദോഷത്തിലേക്ക് പാപത്തിലേക്ക് പോകുന്ന, വലിച്ചുകൊണ്ടു പോകുന്ന കുടുക്കിൽ നാം അകപ്പെട്ടു പോകരുത് എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം ഇങ്ങനെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന മനുഷ്യന് യഹോവ ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നവനെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കുന്നവനെയും യാക്കോബിൻ്റെ കൂടാരങ്ങളിൽ നിന്ന് ഛേദിച്ച് കളയും. അങ്ങനെ ചെയ്യുന്ന മനുഷ്യനെയും
ഒപ്പം ആ നിലകളിലുള്ള പാപത്തിൽ ജീവിച്ച്, വിഗ്രഹാരാധനയിൽ ജീവിച്ച്, മോശമായ വഴികളിൽ നടന്നിട്ട് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വഴിപാടർപ്പിക്കാൻ വന്നാൽ അവനെയും യാക്കോബിൻ്റെ കൂടാരങ്ങളിൽ നിന്ന് ഛേദിച്ചു കളയും എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. ദൈവം അങ്ങനെ പാപം ചെയ്യുന്ന വ്യക്തിയെ നീക്കിക്കളയും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അവിടെ വെളിപ്പെടുകയല്ല, ദൈവം അവരോട് കരുണ കാണിക്കുകയല്ല, ദൈവം അതുമായി പൊരുത്തപ്പെട്ട് സാരമില്ലെന്ന് പറയുകയല്ല. അവിടെ വായിക്കുന്നത് അങ്ങനെയുള്ളവരുടെ ആരാധന സ്വീകരിപ്പാൻ ദൈവം മനസ്സ് വയ്ക്കുന്നില്ല എന്നാണ്. യഹോവയ്ക്ക് വഴിപാടർപ്പിക്കുന്നവനെയും, അപ്പോൾ അവരും ദൈവത്തിന് വഴിപാടൊക്കെ അർപ്പിക്കുന്നുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു, യാക്കോബിൻ്റെ കൂടാരങ്ങളിൽ നിന്ന് അവരെ ഛേദിച്ചു കളയും. യാക്കോബിൻ്റെ കൂടാരങ്ങളിൽ നിന്ന് അവരെ ദൈവം നീക്കിക്കളയും. ആ ലിസ്റ്റിൽ അവരുടെ പേര് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, നീക്കിക്കളയുമെന്നാണ് പറയും. പ്രിയമുള്ളവരെ, ഇതൊരു വസ്തുതയാണ്. ദൈവം ഈ പാപത്തെ അംഗീകരിക്കുന്ന ഒരാളല്ല. വിഗ്രഹാരാധനയും ദോഷമായ നടപ്പും പിന്നെയോ ഇണയെല്ലാപ്പിണ കൂടുന്നതും ഒന്നും ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല. ആകയാൽ ഈ ദിവസങ്ങളിൽ നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. വരും തലമുറകൾ ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ, ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ നാം ഒരു മാതൃകയായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ശലോമോൻ ചെയ്ത ആ പാപം അത് തലമുറകളിലേക്ക് പകർന്നു വരികയും ഇസ്രായേൽ വലിയ പാപത്തിൽ അകപ്പെടുകയും ചെയ്തു എന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യമാണ്. ഈ നാളുകളിൽ അങ്ങനെ സംഭവിക്കാൻ ഇടവരാതിരിക്കട്ടെ. വരും തലമുറകൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന, ദൈവത്തെ ഭക്തിയോടെ ആരാധിക്കുന്ന, വചനപ്രകാരം ആരാധിക്കുന്ന ഭക്തന്മാരായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനായി നമുക്ക് ഉണരാം. കർത്താവ് നമ്മിൽ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്വർഗീയ മഹിമ ആകവെ വെടിഞ്ഞു, സ്വർഗത്തിൽ നിന്നിതാ താണിറങ്ങി. സ്വർഗീയ മഹിമ ആകവെ വെടിഞ്ഞു, സ്വർഗത്തിൽ നിന്നിതാ താണിറങ്ങി. സ്വർഗത്തിൽ തന്നോടു ഇരുത്തിടുവാനാ സ്വർഗസ്ഥൻ നിനക്കായി ഹീനനായല്ലോ. സ്വർഗത്തിൽ തന്നോടു ഇരുത്തിടുവാനാ സ്വർഗസ്ഥൻ നിനക്കായി ഹീനനായല്ലോ. ഈ ദൈവസ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. ഈ ദൈവസ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ.